ഒന്ന് എറണാകുളം വരെ പോവുക. അവിടെ വരെ മട്ടാഞ്ചേരി ഫോർട്ട് കൊച്ചിയും ഒക്കെ പോകണം എന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ അവിടെയുള്ള കാഴ്ചകളൊക്കെ നിങ്ങളെ കൂടി കാണിച്ചു തരാം. നമുക്ക് നോക്കാം. ഇന്ന് അവധിയാണല്ലോ, ഇന്ന് പൂജെടുപ്പിന്റെ ദിവസമല്ലേ. പിന്നെ ഞാൻ പുറത്തമ്പലത്തിലൊന്നും പോയില്ല. പിന്നെ ഒരു പ്ലാനും കൂടിയുണ്ട്, എന്താ വാട്ടർ മെട്രോ അല്ലേ, വാട്ടർ മെട്രോയിൽ കയറണം. ആലുവയിൽ നിന്ന് നേരെ എറണാകുളം ഹൈക്കോർട്ടിൻ്റെ അവിടെ ചെന്ന് കഴിഞ്ഞാൽ അവിടെ നിന്ന് നമുക്ക് വാട്ടർ മെട്രോയിൽ ഫോർട്ട് കൊച്ചിയിലേക്ക് പോകാം. അങ്ങനെയാണ് പ്ലാൻ ചെയ്യുന്നത്. അതായത് ഹൈക്കോർട്ട്, അപ്പോൾ അവിടെ ആ ഗ്രൗണ്ട് ഉണ്ടല്ലോ, ഒരു വലിയ മറൈൻ ഡ്രൈവിൻ്റെ അവിടെ വലിയ ഗ്രൗണ്ടുണ്ട്. അവിടെ കാർ പാർക്കിങ്ങിനൊക്കെ ഉള്ള സ്ഥലമുണ്ട്. അപ്പോൾ അവിടെ കാറ് കൊണ്ടുവന്ന് ഇട്ടിട്ട് നമുക്ക് വാട്ടർ മെട്രോയിൽ കയറി. അപ്പോൾ വാട്ടർ മെട്രോയിൽ ഇതുവരെ കയറിയിട്ടില്ല. അപ്പോൾ അതും ഒരു എക്സ്പീരിയൻസ് ആയി. എന്നിട്ട് ഫോർട്ട് കൊച്ചി പോകാം. അവിടെ വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. അപ്പോൾ ഇന്നിപ്പം മട്ടാഞ്ചേരി ഒന്നും പോകാൻ പറ്റുന്നൊന്നുമില്ല, അത്രയും സമയം കിട്ടില്ല. ഉച്ചയാകുമ്പോഴത്തേക്കും തിരിച്ചു വരണം. അപ്പോൾ അതുകൊണ്ട് നമ്മളിവിടെ വാട്ടർ മെട്രോയുടെ സ്റ്റേഷനിൽ എത്തിക്കഴിഞ്ഞു. ഹൈക്കോർട്ടിൻ്റെ സ്റ്റോപ്പ് അതാണ്, ഹൈക്കോർട്ടാണ് സ്റ്റോപ്പ്. അവിടെ വന്നിട്ട് നമ്മളിനി ടിക്കറ്റൊക്കെ എടുത്ത് കയറണം. കണ്ട ഹൈക്കോർട്ട് മെട്രോയുടെ സ്റ്റേഷനാണിത്. ഇവിടെ കണ്ടില്ല, ആൾക്കാരൊക്കെ ക്യൂ നിൽക്കുക. ഒരുപാട് ആൾക്കാരുണ്ട് കേട്ടോ ഈ മെട്രോയിൽ പോകുന്നത്. ഹോളിഡേ ആയതുകൊണ്ട് കൂടി ഭയങ്കര തിരക്കാണ്. അവിടെ ടിക്കറ്റ് കൗണ്ടറിൽ ഞങ്ങൾ വെയിറ്റ് ചെയ്യുവാണേ. 50 രൂപയാണ് ഒരു പ്രാവശ്യം അങ്ങോട്ട് പോകുന്നതിന്, തിരിച്ചിങ്ങോട്ടും 50 രൂപ. അപ്പോൾ പക്ഷേ ഇവിടെ നിന്ന് ഒരു 1 വേ ട്രിപ്പ് ഇതേ എടുക്കാൻ പറ്റുള്ളൂ, ടിക്കറ്റേ എടുക്കാൻ പറ്റുള്ളൂ. റിട്ടേൺ നമുക്ക് എടുക്കാൻ പറ്റില്ല. ഞാൻ റിട്ടേണും കൂടെ ചോദിച്ചപ്പോൾ അവിടെ നിന്ന് എടുക്കണം, അപ്പുറത്തെ സ്റ്റേഷനിൽ നിന്ന് എടുക്കണം എന്ന് പറഞ്ഞു. അതായത് 50 രൂപ ഒരാൾക്ക്. അപ്പോൾ എനിക്ക് മാത്രമേ ഞാൻ ടിക്കറ്റ് എടുത്തുള്ളൂ. കാരണം ഹസ്ബൻഡ് മെട്രോയുടെ കാർഡ് വെച്ചിട്ട് ആണ് ടിക്കറ്റ് എടുക്കുന്നത്. അങ്ങനെ ഞങ്ങൾ ടിക്കറ്റൊക്കെ എടുത്തിട്ട് മെട്രോയിൽ കയറാനായിട്ട് വെയിറ്റ് ചെയ്യുവാണ്. ആക്ച്വലി ഒരു 15 മിനിറ്റ്സേ ഉള്ളൂ. ടിക്കറ്റൊക്കെ എടുത്തിട്ട് നമ്മൾ അവിടെ വെയിറ്റ് ചെയ്യുക. ഈ ഒരു ബോട്ടിൽ 50 പേർക്കാണ് സീറ്റിംഗ്. പിന്നെ ഒരു 46 പേർക്ക് അവിടെ സ്റ്റാൻഡിങ്ങും കൂടെ അവർ അലൗ ചെയ്യും. അങ്ങനെ 96 പേരെയാണ് അവർ ഇതിൽ അക്കോമഡേറ്റ് ചെയ്യുന്നത് ഒരു വശത്തേക്ക്. അപ്പോൾ നമുക്ക് കയറാം. അപ്പോൾ അത്രയും പേരെ കടത്തി വിട്ടിട്ട് ബാക്കിയുള്ളവരവിടെ വെയിറ്റ് ചെയ്യണം. അപ്പോൾ ഞങ്ങളവിടെ വെയിറ്റ് ചെയ്തു. ഒരു 15 മിനിറ്റ് ഇടവിട്ട് തന്നെ ഓരോ ഇതായിട്ട് ഓരോ ബോട്ടായിട്ട് പോയിക്കൊണ്ടിരിക്കുക. അപ്പം ഞങ്ങളങ്ങനെ ബോട്ടിൽ കയറിയിരിക്കുവാണ്. ഇനിയും ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്യും. ആൾക്കാരങ്ങ് നിറഞ്ഞു കഴിഞ്ഞാൽ ഇത്ര ആൾ 96 അത്രയും പേര് ആയി കഴിഞ്ഞാൽ അപ്പോൾ വിടും. ഇനിയിപ്പോൾ ചിലപ്പോൾ അത്രയും പേരൊന്നും ഉണ്ടായെന്ന് വരില്ല. ഇന്നിപ്പോൾ ഹോളിഡേ ആയതുകൊണ്ട് ആൾക്കാരുണ്ട്. എന്നിട്ട് ഇവിടെ സ്റ്റാർട്ട് ചെയ്തു. നമ്മൾ അപ്പുറത്തെ സൈഡിലോട്ട് ഫോർട്ട് കൊച്ചിയിലേക്ക് പോവുകയാണ്. ഇവിടെ നിന്ന് വിട്ടാൽ നേരെ ഫോർട്ട് കൊച്ചി, അങ്ങനെ അങ്ങ് ക്രോസ് ചെയ്ത് അങ്ങ് പോവുകയാണ്. കണ്ടോ, സ്റ്റാർട്ട് ചെയ്തു. രസമാണ് കേട്ടോ, നമ്മൾ ഇതിലെ കാഴ്ചകളൊക്കെ കണ്ട് അങ്ങനെ ഇരിക്കാം. പിന്നെ ബോട്ട് AC ആണല്ലോ, അതുകൊണ്ട് ചൂടൊന്നുമില്ല. ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു, കുട്ടികളും ഈ ടൂറിസ്റ്റുകൾ പോലെ അവിടെ ദൂരെ നിന്നൊക്കെ ഒരുപാട് ആൾക്കാർ വന്നിട്ടുണ്ട്, കുട്ടികളെയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. ഇതൊരു പുതിയൊരു സംഭവമാണല്ലോ, അതുകൊണ്ട് കുറേ നാളായി ഈ വാട്ടർ മെട്രോ തുടങ്ങിയിട്ട്. നമുക്കിപ്പോഴാണ് പോകാനുള്ള സമയമായത്. കണ്ടോ, ചെറിയ ചെറിയ ബോട്ടുകളൊക്കെ പോകുന്നുണ്ട് കേട്ടോ. ഈ ഫിഷിങ്ങിന് വേണ്ടിയിട്ട് ആൾക്കാർ പോകുന്നുണ്ട് ഇഷ്ടം പോലെ, ചെറിയ ചെറിയ വള്ളത്തിനകത്ത്. അതുപോലെ തന്നെ സാധാരണ ബോട്ടുകളും ഉണ്ട്. പിന്നെ ആളുകളെ കയറ്റിക്കൊണ്ടുള്ള ബോട്ടുകൾ പോകുന്നുണ്ട്. കേരള ടൂറിസത്തിൻ്റെ ബോട്ടുകൾ അവിടെ ഇഷ്ടംപോലെ കിടപ്പുണ്ടായിരുന്നു. അങ്ങനെ നല്ലൊരു ഇതാണ് എക്സ്പീരിയൻസ്. ഒരുപാട് ഫോറിനേഴ്സൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഈ മെട്രോയിൽ കയറാനൊക്കെ ആയിട്ട്, ഈ വാട്ടർ മെട്രോയിൽ കയറാനായിട്ട്. അങ്ങനെ ബോട്ട് പതുക്കെ നീങ്ങിക്കൊണ്ടിരിക്കുക. ഇപ്പം നല്ല ശാന്തമായിട്ട് കിടക്കുവാണ്. കുറച്ചങ്ങോട്ട് ചെന്നപ്പോഴത്തേക്കും ഇതൊരു വാട്ടർ മെട്രോ ആണ്, അത് റിട്ടേൺ വരികയാണ്, ഫോർട്ട് കൊച്ചിയിൽ നിന്ന് തിരിച്ചു വരുന്നതാണ്. കണ്ടോ, ഈ വെള്ളത്തിനകത്ത് ഒരുപാട് ഈ പായലുകളുണ്ട്, ചെടികൾ പോലത്തെ വാട്ടർ പ്ലാന്റ്സ്. അങ്ങനെ ഞങ്ങൾ അങ്ങനെ അവിടെ കുറച്ച് ദൂരമുണ്ട്, 15 മിനിറ്റ് ഇതിനകത്ത് ഇരിക്കണമല്ലോ. അങ്ങനെ ഇതെല്ലാം കാഴ്ചകളൊക്കെ കണ്ട് അങ്ങനെ പോകണ്ട. വാട്ടർ പ്ലാന്റ്സ് കണ്ടോ കിടക്കണേ. പക്ഷെ അതൊന്നും ഈ ബോട്ട് പോകാനൊന്നും ഒരു തടസ്സമൊന്നുമല്ല. അത് ഇടയ്ക്ക് കുറച്ച് മരങ്ങളൊക്കെ ഉള്ള ഈ ഏതോ ഈ കുമരകത്തൊക്കെ പോയപ്പം കണ്ടൽക്കാടുകൾ കണ്ടില്ല എന്ന പോലത്തെ ഒരു ഏരിയ ഉണ്ട് കണ്ടോ. അവിടെ എന്തൊക്കെ ബിൽഡിങ്സൊക്കെ ഉണ്ട്.
ഒരു ഐലൻഡ് പോലത്തെ സംഭവമാണ്. എന്നിട്ട് അവിടെ ഈ മരങ്ങളും ഒക്കെ ഉണ്ട്. അതിൻ്റെയൊക്കെ സൈഡിൽ കൂടിയാണ് നമ്മളുടെ മെട്രോ പോകുന്നത്. ഇതൊക്കെ വല്ല റിസോർട്ട്സൊക്കെ ആയിരിക്കും കേട്ടോ. അങ്ങനെ അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് എത്താറായിട്ടുണ്ട്. ഫോർട്ട് കൊച്ചി കണ്ടോ. അതേ അതിൻ്റെ ഇടയ്ക്ക് വേറെ പ്രൈവറ്റ് ബോട്ടുകളൊക്കെ ആൾക്കാരെ കയറ്റിക്കൊണ്ട് പോകുന്നുണ്ട്. ടൂറിസ്റ്റുകളായിരിക്കും. ഇവിടെ കണ്ടെയ്നറുകളൊക്കെ കയറ്റുന്ന ഇതാണ് ഷിപ്പിൽ ഉണ്ടോ. കണ്ടെയ്നർ MSC കണ്ടോ. നമ്മളുടെ ഇന്നാളത്തെ ഒരു ഷിപ്പില്ലേ, ഇവിടെ എന്തോ എണ്ണയൊക്കെ ചോർച്ച ഉണ്ടായി എന്നൊക്കെ പറഞ്ഞില്ലേ, അതുപോലത്തെ ഒരു സംഭവമാണ്. കണ്ടെയ്നറുകൾ കയറ്റി വെച്ചിരിക്കുന്നതാണ്, നിറച്ചിരിക്കുന്നതാണ് കേട്ടോ. അങ്ങനത്തെ കുറേ ചെറിയ MSCയുടെ തന്നെ കുറേ ഷിപ്പൊക്കെ കണ്ടു. 2 കണ്ടു കണ്ടോ. വീണ്ടും ഒരു മെട്രോ റിട്ടേൺ പോകുക, ഹൈക്കോർട്ടിനെ ലക്ഷ്യമാക്കി പോകുന്നുണ്ട്. ആൾക്കാർ കിടന്ന് ബഹളം വയ്ക്കുന്ന കേട്ടില്ലേ. ഇതൊരു നല്ലൊരു തിരമാല ഇങ്ങോട്ട് വന്നപ്പം ബോട്ട് കിടന്നൊന്നും അലഞ്ഞു, ശരിക്കും കിടന്നൊന്നും അലഞ്ഞു. അപ്പം കിടന്ന് ഒച്ച വയ്ക്കുന്നതാണ് കണ്ടോ. അങ്ങ് അകലെ നമുക്ക് ചെറിയ ചെറിയ വള്ളങ്ങളൊക്കെ പോകുന്ന കാണാം കേട്ടോ. പിന്നെ അടുത്ത കരയിൽ ചീനവല ഇട്ടേക്കുന്ന കണ്ടോ, മീൻ പിടിക്കാനായിട്ട്. അത് ഈ ഫോറിനേഴ്സിനെയൊക്കെ അട്രാക്റ്റ് ചെയ്യുന്ന ഒരു സംഭവം. അത് നമ്മളുടെ ബോട്ട് എന്തായാലും ഫോർട്ട് കൊച്ചി എത്താറായി. 15 മിനിറ്റേ എടുത്തുള്ളൂ. അപ്പോൾ ഇത് സാധാരണ ബോട്ട് പോലെ തന്നെ അങ്ങോട്ട് ഇതിലേക്ക് അങ്ങ് വലിച്ച് കെട്ടും അവർ. എത്തിക്കഴിയുമ്പോൾ ശരിക്കും അതിനോട് ചേർത്ത് നിർത്തിയിട്ട് അവിടെ നിന്ന് കെട്ടും. വടമല്ല, ഇവിടെ വേറെന്തോ പ്ലാസ്റ്റിക് കയറോ എന്തോ സംഭവമാണ്, അത് വെച്ച് കെട്ടുന്ന കണ്ടു. എന്നിട്ട് നമുക്ക് ഇറങ്ങാനുള്ള സൗകര്യമുണ്ട് കണ്ടോ. ഫോർട്ട് കൊച്ചി എന്നെഴുതി നിൽക്കുന്ന കണ്ടില്ലേ, ആ സ്റ്റേഷനിലെത്തി, ഫോർട്ട് കൊച്ചി സ്റ്റേഷനിലെത്തി കണ്ടോ. ഇനി ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട് നമുക്ക് ഫോർട്ട് കൊച്ചി വേണമെങ്കിൽ ഒന്ന് ചുറ്റിക്കറങ്ങിയിട്ട് പോരാം. അപ്പോൾ എല്ലാ ആൾക്കാരും ഇറങ്ങുകയാണ്. ഇനിയും ബോട്ടിൽ നിന്ന് ഇറങ്ങാനുള്ള തിരക്കായി. ഇത്ര നേരം എല്ലാവരും ഇത് ആസ്വദിച്ചിരിക്കുമായിരുന്നു. ഇനിയും ബോട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് നമുക്ക് ഫോർട്ട് കൊച്ചി, ആ ബീച്ചുണ്ട് അവിടെ, നല്ല തിരക്കായിരിക്കും, നോക്കാം. അപ്പോൾ അങ്ങോട്ടേക്ക് പോകാം. ഈ ബീച്ചിലേക്ക് പോകുന്ന വഴിക്ക് ഇഷ്ടംപോലെ കടകളുണ്ട്, ചെറിയതും വലുതുമായിട്ടുള്ള കടകൾ കണ്ടില്ലേ. ഒരുപാട് ഈ സുവനീറൊക്കെ ഇവിടെയൊക്കെ ഇഷ്ടംപോലെ വെച്ചിട്ടുണ്ട്. നമ്മുടെ കേരളത്തിൻ്റെ എന്താ കഥകളിയുടെ തലയും അങ്ങനത്തെയൊക്കെ കുറേ സംഭവങ്ങളുണ്ട്. ചെറുതും വലുതുമായിട്ടുള്ള ഒരുപാട് സംഭവങ്ങൾ ഇവിടെ വെച്ചിട്ടുണ്ട്. ഇന്ത്യയുടെ പടവും എന്തൊക്കെയോ ഉണ്ട്. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് എനിക്ക് ഒരു പ്രത്യേകത തോന്നിയത് കണ്ടില്ലേ, ഇത് നമ്മളുടെ അച്ചൊക്കെ വെച്ചിട്ടൊരു ഇതിനകത്ത് സേവനാഴി എന്ന് വേണമെങ്കിൽ പറയാം. അതേപോലത്തെ ഒരു പ്ലാസ്റ്റിക് അല്ലെന്നാണ് പറയുന്നത്, ഫൈബർ എന്ന് പറയുന്നത്. അതിനകത്ത് മാവ് നിറച്ചിട്ട് കണ്ട ഇടിയപ്പം ഉണ്ടാക്കാനും അതുപോലെ തന്നെ മുറുക്കുണ്ടാക്കാനും ഒക്കെ പറ്റിയൊരു സംഭവമാണ്.
എൻ്റെ വീഡിയോ യൂട്യൂബിൽ കുറേ വീഡിയോ കിട്ടും, കിട്ടും. മാവ് ഇടുന്ന നോക്കും. ഈ മുറുക്കിൻ്റെ ഒന്ന് കാണിക്കാം. മാവ് ഇടുന്ന മെയിൻ തന്നെ നെക്കണം. ഇഞ്ചക്ഷൻ സിറിഞ്ച് പോലും നല്ല പോലെ ഞെക്കണം അല്ലേ? ഈസി, യു കൻ ട്രൈ. കറക്റ്റാ വേണം ഡിസൈൻ കിട്ടും. ഒരു ചെറിയ പേരിൽ എത്ര ശക്തി കൊടുക്കണം? ചെറിയ പേരിൽ ഇവിടെ ശക്തി കൊടുക്കണം, വേറെ ഒന്നും തന്നെ കൈമുറിക്കരുത്. ഇത് ഈസിയാണ്, സിമ്പിൾ പരിപാടി. ചെറിയ പിള്ളേരുണ്ടാക്കും വീട്ടിലെ ഇടിയാപ്പം മുറിക്കും. നെക്കിട്ട് കറക്കാം. ഓലിന് പ്രസിങ്ങും കറക്കാൻ വേണം, പ്രസിങ് രണ്ടും ഒന്നിച്ച് നടക്കണം. നെക്കിട്ട് കറക്കാം. പക്ഷെ ബലം വേണം. വെള്ളം വേണ്ട. അപ്പം അമ്മ ചോദിച്ചു വെള്ളം ഉണ്ട് ഇല്ല. എത്ര ഫാസ്റ്റ് ഇല്ലപ്പാ നമ്മുടെ. എനിക്ക് എത്ര ഫാസ്റ്റ് കിട്ടില്ല നോക്ക്. സ്ലോലി 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 കറക്റ്റ്. അതാ പ്രസിങ്, അതിലാണ് കഥ. കറക്കുന്ന തന്നെ വരേണ്ടി വരുമോ എന്നുള്ളൊരു ഡൗട്ട്. 500 രൂപ ഞാൻ തരാം. വന്നിട്ടില്ലാക്കി വരുമ്പോ അയാളുടെ കയ്യിൽ നിന്ന് ആ ഒരു സാധനം ഞാൻ വാങ്ങിച്ചു. നമുക്കത് കണ്ടു നിൽക്കാൻ തോന്നും കേട്ടോ, വളരെ ഫാസ്റ്റായിട്ട് ഉണ്ടാക്കണ അത്ര. പക്ഷെ ഞാനത് ഉണ്ടാക്കാൻ നോക്കിയിട്ട് വലിയ രക്ഷയില്ല കേട്ടോ. എങ്കിലും ഞാനതൊന്ന് വാങ്ങിച്ചിട്ടുണ്ട് എന്തായാലും. ചെറിയ മഴ വന്നു അപ്പോഴത്തേക്കും അല്ലേ? തിരിച്ച് ഞങ്ങൾ മെട്രോയിൽ തന്നെ പോകുന്നത്, തിരിച്ച് ഹൈക്കോർട്ടിലേക്ക് വന്നത്. അവിടെ നിന്നാണ് നമ്മൾ ആലുവയ്ക്ക് തിരിച്ചു പോകുന്നത്. കണ്ടില്ലേ, ഇപ്പം നമുക്ക് ശരിക്കും പറഞ്ഞാൽ സീറ്റ് കിട്ടിയില്ല, ഫുള്ളായിപ്പോയി. പിന്നെ ഞങ്ങൾ നിന്ന് അഡ്ജസ്റ്റ് ചെയ്തു. 15 മിനിറ്റ്സ് അല്ലേ ഉള്ളൂ, അതുകൊണ്ട് കുഴപ്പമില്ല. അപ്പം നിന്നിട്ടുള്ള കാഴ്ചകളൊക്കെ കണ്ടു. ഞങ്ങളിപ്പോൾ ഇവിടെ നിൽക്കുന്നത് എമർജൻസി എക്സിറ്റിൻ്റെ അടുത്തായിട്ടാണ് നിൽക്കുന്നത്. ഹൈക്കോർട്ടിൻ്റെ അവിടെ നിന്ന് ഞങ്ങൾ മെട്രോയിൽ വന്ന് വണ്ടി എടുത്ത് നേരെ ആലുവയ്ക്ക് പോന്നു. അപ്പോൾ ലഞ്ചിന്ന് ആലുവയിൽ ദേശത്ത് കടവെന്ന് പറഞ്ഞിട്ടൊരു റെസ്റ്റോറൻ്റ് ഉണ്ട്. ഒരുപാട് പേര് അതിൻ്റെ വീഡിയോ ഒക്കെ ഇട്ടിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇന്ന് അവിടെ നിന്ന് കഴിച്ചു നോക്കാം, എങ്ങനെ ഉണ്ടെന്നൊന്ന് നോക്കാം എന്ന് വിചാരിച്ചു. ബുഫയാണ്. ലഞ്ച് 365 ആണ് ഒരാൾക്ക്. അപ്പോൾ ഒരുപാട് ഐറ്റംസൊക്കെ ഉണ്ട്. പക്ഷേ വലിയ അടിപൊളിയെന്നൊന്നും പറയാനില്ല, ഒരു ആവറേജ് അത്രയേ ഉള്ളൂ. എനിക്കങ്ങനെയാണ് തോന്നിയത്. വെജിറ്റേറിയനും നോൺ വെജിറ്റേറിയനും ഡിഷസൊക്കെ ഒരുപാടൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെ നിന്ന് ലഞ്ചും കഴിഞ്ഞ് നേരെ ഞങ്ങൾ വീട്ടിലേക്ക് പോന്നു.